ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് ബാക്ക്. എന്റെ പേര് ബിലാൽ സമദ് എന്നാണ്. ബിലാൽ സമദ്. യെസ്, ഓക്കെ. വിശ്വാസിയാ? വിശ്വാസി. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഈ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് നിങ്ങളൊരു വ്യത്യസ്ത അല്ല, എന്നാൽ നിങ്ങൾ നേരത്തെ മുസ്ലിം ആയിരുന്ന ഒരു എക്സ് മുസ്ലിം ആണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകളെ കൊണ്ട് പൂശുക അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഓ, എന്നാ പിന്നെ സെറിക്കൊന്ന് കാണിക്കാം. ഓ, അതായത് പൂശുക എന്നുള്ള വാക്കിന്റെ അറബി വാക്കാണോ നിങ്ങൾക്ക് അറിയണ്ടേ? പൂശുക എന്നുള്ളതിന്റെ അറബി വാക്കല്ല, ഖുറാനില് ഏതാണല്ലേ ഞാൻ ഊഹിച്ചു. നിങ്ങൾ പറഞ്ഞ അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയാണ്, ഖുറാനില് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം കൊണ്ട് പൂശുക എന്നുള്ള രീതിയിൽ. ഖുറാനിൽ എന്ന് തന്നെയാണ് പറഞ്ഞത്, ഇസ്ലാമിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഖുറാനിൽ എന്നല്ലേ പറഞ്ഞു? ഇസ്ലാമിൽ എന്നല്ലേ നമ്മൾ? ഇസ്ലാമിൽ ഖുറാൻ മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് ഖുറാൻ എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെ പറയാത്തത് എന്നല്ല. നിങ്ങളുടെ വാക്കുകൾ എന്റെ വായിൽ തിരികണ്ട. ഹദീസ് ഇസ്ലാമിൽ പെടുന്നതല്ലേ? ഇസ്ലാമിൽ പെടുന്നതാണ് ഹദീസ്. ഹദീസിലുണ്ടോ ഈ പറഞ്ഞ സാധനം? ഹദീസിലില്ല. ഹദീസിലില്ലേ? ഇല്ല. അയ്യന്റെ മോനെ. ഇല്ല. ഉറപ്പാണോ? 100% ഉറപ്പാണോ? 150% ഉറപ്പ്. അത്രയും വേണം? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിക ലോകം തള്ളാറില്ല. നിങ്ങൾ തള്ളോന്നാ ഞാൻ ചോദിച്ചത്. ഇസ്ലാമിക ലോകം തള്ളാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് മുസ്ലിം ആണല്ലോ. നിങ്ങൾ മുസ്ലിമാണ്, അപ്പൊ നിങ്ങൾ സ്വഹീഹായ ഹദീസ് തള്ളില്ല. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അപ്പൊ നിങ്ങൾ സ്വഹീഹായ ഹദീസ് ഒരിക്കലും തള്ളില്ല, ഉറപ്പല്ലേ? ഇല്ല, തള്ളില്ല. ഓക്കെ. അപ്പൊ ഇനി ഞാനൊരു സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തരാം. ആ ഹദീസിൽ ഈ പറയുന്ന രീതിയിൽ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഹമ്മദ് നബിയെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ അത് തള്ളൂല്ലേ? സ്വഹീഹായ ഹദീസ് കാണിച്ചു തന്നാൽ. എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങൾ ആ ഹദീസ് പറയൂ. നിങ്ങൾ ആ സഹിയായ ഹദീസാണെങ്കിൽ തള്ളൂല്ല, അത് ആദ്യം പറയും. നിങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഹദീസ് പറയും. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട അറബി പെണ്ണുങ്ങളെ പൂശാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ അത് തള്ളുമോ ഇല്ലേ? നിങ്ങൾ സ്വഹീഹായ ഹദീസ് തള്ളുമോ ഇല്ലേ? ഒന്നുകൂടി പറയും. എന്റെ പൊന്ന ആശാനം, നിങ്ങൾ പറയട്ടെ. നിങ്ങൾ സ്വഹീഹായ ഹദീസ് തള്ളുമോ ഇല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ 150% ഉറപ്പുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? അങ്ങനെ മുഹമ്മദ് നബി പൂശാൻ പറയില്ല എന്ന് ഇത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. എടാ ജോയി, എന്തോ എവിടെന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? നിങ്ങൾ ഹദീസ് ഹദീസ് അവിടെ നിൽക്കട്ടെ. ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ അത് സഹീഹാണെങ്കിൽ നിങ്ങൾ തള്ളുമോ? അതാ ഞാൻ ചോദിക്കണത്. എനിക്ക് പ്രശ്നം വയ്യ. ഞാൻ പറഞ്ഞ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോയി. ഞാൻ നിങ്ങൾ സ്വഹീഹാണോ ലൊയ്ഫാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അത് സ്വഹീഹാണ്, ഹദീസാണ് ഞാൻ തരാ. 100, 150 അല്ല 250% ഉറപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പറയും, തള്ളുമോ ഇല്ല? യെസ് ഓർ നോ? സ്വഹീഹാണെങ്കിൽ നമ്മൾ എടുക്കണമല്ലോ എന്ന് പറയുമ്പോ അത് യെസ് എന്നല്ലേ? ഓക്കെ. അപ്പൊ ഹദീസിൽ ഈ പറയുന്ന സാധനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യാ? നിങ്ങൾ ഇസ്ലാം വിടുവോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സ്വഹീഹായ ഹദീസിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്വഹീഹായ ഹദീസിൽ ഈ പറയുന്ന അറബി പെണ്ണുങ്ങളെ പൂശാൻ പറയുന്ന ഒരു മുഹമ്മദ് നബിനെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം വിടുവോ? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ പറയുന്ന വാക്കിൽ നിങ്ങൾ വിലയുണ്ടെങ്കിൽ നിങ്ങൾ മതം വിടണം. സാധിക്കും നിങ്ങൾക്ക്? അല്ലാതെ വെറുതെ നിങ്ങൾ ചോദിക്കുമ്പോ തെളിവ് കാണിച്ചു തരാനേ ഞാൻ നിങ്ങളുടെ കുപ്പിന്ന് ഇറങ്ങി വന്ന ജിന്നല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവിടത്തെ നാട്ടുകാർക്ക് എന്താണ്, ഗ്രാമത്തിലെ പുല്ല് മയിൽക്കുട്ടികൾക്ക് പോലും അറിയാം ഈ ഹദീസൊക്കെ. മയിൽക്കുറ്റിയോട് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മയിൽക്കുട്ടി സംസാരിക്കില്ലല്ലോ. അത് ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഞാൻ. സഹീഹായ ഹദീസിൽ മുഹമ്മദ് പൂശാൻ പറയുന്ന ഹദീസ് ഞാൻ കാണിച്ചു തന്ന, സഹീഹായ ഹദീസ് കാണിച്ചെന്ന് നിങ്ങൾ ഇസ്ലാം വിടുവല്ലേ? നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോകണം. ഒരു മിനിമം ഡിബേറ്റർക്ക് ഇത് ഡിബേറ്റ് മണ്ണാങ്കട്ടെ ഒന്നുമില്ല. നിങ്ങൾ ഉപദേശമൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ മദ്രസ ജീവികളെടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. മുഹമ്മദ് പൂശാൻ പറയുന്ന അറബി പെണ്ണുങ്ങളെ പോയി പൂശനടാ, ശുക്ലം എവിടെ കളഞ്ഞാലും കുഴപ്പമില്ലടാ എന്ന് പറയുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഇസ്ലാം മതം വിടുമോ ഇല്ലേ? ഇതാദ്യം പറയും.
എന്തായാലും നമ്മളുടെ അസൽ കോയ ഓക്കെ, അസൽ കോയ വന്ന വഴി ഫോണും കട്ട് ചെയ്ത് ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോയ ഇത്രയും പറഞ്ഞല്ലേ. സഹീഹ് അൽ ബുഖാരി 4138. കുറെ കാലങ്ങളായിട്ട് കൊള്ള നടത്തി ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. എല്ലാം വിശദമായിട്ട് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊള്ള മുതലായിട്ട് കുറെ അറബി പെണ്ണുങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതും അവരിൽ നമ്മൾക്ക് ആഗ്രഹം പൂത്ത് ഉലഞ്ഞു. എന്റെ കുത്തയ്ക്ക് പറയാലോ, ഞാനൊരു അള്ളാഹ്സ് മെസ്സഞ്ചർ മുഹമ്മദ് നബിയോട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അത് ചോദിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് പോയിട്ട് ചോദിക്കുകയാണ് നമ്മളെ മുഹമ്മദിനടുത്ത്. അങ്കിളുടെ വിഷയങ്ങളിൽ എനിക്ക് ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഒന്നും അറിയാൻ പാടാത്ത പോലെ ഞങ്ങൾ ആകാതിരിക്കുന്നത് തന്നെ. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. ഇന്റർപ്രസ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളെ, നിങ്ങളത് അതല്ലാതെ തന്നെ ശുക്കളകത്ത് തന്നെ കളഞ്ഞോളൂ എന്ന് അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല പറഞ്ഞിട്ട് ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് എത്ര ഹദീസുകൾ ഇസ്ലാമിൽ, ഈ ഹദീസിൽ നമുക്ക് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. വെറും വിജയ് എണ്ണ അല്ല അവര്, മുഹമ്മദ് വിജയ് എണ്ണ ആയിട്ടറിഞ്ഞേക്ക്. നമുക്ക് ഇങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ വിളിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ പോയി പണി വെക്കാൻ പറയും. അത്രേ പോടാ എന്റെ മുമ്പ് കേറി പോടാ അലവരാതി. വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങളുടെ കിതാബിൽ എഴുതിയിരിക്കുന്ന സാധനം അത് നിങ്ങൾ ഇനിയെങ്കിലും വായിക്കുന്ന സമയത്ത് ആ അറബി മൂളിച്ചയും ആ എക്കോയും ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഇതേപോലെയുള്ള നമ്മളുടെ ഈ യോധയിലെ മ്യൂസിക്കോ അല്ലെങ്കിൽ വേറെ ഉണ്ട് മ്യൂസിക് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഏത് വേണേലും എടുക്കാട്ടാ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇതും നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് കറക്റ്റ്. പോയി പൂശലടേ, നിങ്ങൾ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ജനിക്കാനുള്ളവരൊക്കെ ജനിക്കും. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇതിനൊക്കെ സമയം കളയണം? നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണം? പോയി പൂശു എന്ന് പറയുന്ന ഹദീസ് ഇത് ഇങ്ങനെ വായിക്കാം. ഞാൻ ചിരിച്ചു പോയനെ. അപ്പോഴേ നിങ്ങൾക്ക് കാര്യത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് പിടിയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ മറ്റേ അറബി മൂളിച്ചിട്ട് ഈ പറയണ വലിയ എക്കോ ഒക്കെ ഇട്ട് സാധനം കേട്ട് കഴിയുമ്പോൾ ഇത് എന്തോ വലിയ സംഭവമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അടുത്ത കൈകാലുകൾ വിപരീത ദശയിൽ നിന്നും വെട്ടിക്കളയാന്നൊക്കെ പറയുമ്പോൾ അത് അറബിയിലാവുമ്പോൾ നിങ്ങൾ ഇതെന്തോ വലിയ സംഭവമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താണ് ഇത് എഴുതിയിരിക്കുന്നത്? ഭീകരവാദമല്ലേ? പണ്ടൊക്കെ ഞാനൊക്കെ പറഞ്ഞ 1000% എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവന്റെ ഒരു 150. ഇതിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മതം വിടും എന്ന് പറയാൻ എന്താ അവന് പറ്റാത്ത? അത് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുക്കാൽ മീഡിയ ഒരു വശത്ത്, അപ്പുറത്ത് നമ്മളുടെ സുഹരി ഉസ്താദ് വേറൊരു വശത്ത് മൈക്രോസ്കോപ്പ് വെച്ചോണ്ടിരിക്കല്ലേ നമ്മൾ. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത്. പറ്റാതെ ഇപ്പൊ ഇവരെന്താ ചെയ്തത്? സുഹരി ഉസ്താദ് എന്താ ചെയ്തത്? ഇവിടെ വന്നിട്ട് ശബ്ദം മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് വർത്താനം പറഞ്ഞു. അതും അവസാനം പൊളിഞ്ഞു. ഞാൻ വെറുതെ, നീ വെറുതെയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒച്ച മാറ്റി വിളിക്കേണ്ട ഗതികേട് ഉസ്താദമാർക്ക് ഇവിടെ ഉണ്ടാവാണ്. ശബ്ദം മാറ്റിയിട്ട് ഹലോ ആരിഫ് ഹുസൈൻ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.